അതൊക്കെ അയ്യോ കണ്ണു തുറന്നപ്പോൾ 7 മണിയായിരുന്നു. യാത്രയുടെ ക്ഷീണം കാരണമാണെങ്കിലും ഇത്രയും ആഴത്തിലുള്ള ഉറക്കം ഈ അടുത്തൊന്നും കിട്ടിയിട്ടില്ല. പുറത്തിറങ്ങി നോക്കിയപ്പോൾ അഗസ്ത്യപാറ തലയുയർത്തി തെളിഞ്ഞു നിൽപ്പുണ്ട്. പോകേണ്ട വഴികൾ ചെറുതായി അവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇന്നാണ് അഗസ്ത്യാർകൂടം ട്രക്കിലെ അതികഠിനമായ 6 കിലോമീറ്റർ സ്റ്റീപ്പ് കയറ്റം വരുന്നത്. വൈകി എണീറ്റത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കയ്യിലുള്ള കണ്ടെയ്നറിൽ പാഴ്സൽ മേടിച്ചാണ് യാത്ര തുടങ്ങിയത്. പോകുന്ന വഴിയിൽ വിശപ്പകറ്റാൻ ബ്രേക്ക്ഫാസ്റ്റ് തികയാതെ വരുമെന്ന് ഉറപ്പുള്ളതിനാൽ കുറച്ച് സ്നാക്സും കയ്യിൽ കരുതിയിരുന്നു. കുടിക്കാനുള്ള വെള്ളം പോകുന്ന വഴിയിൽ കാട്ടുചോലകളിൽ നിന്ന് കുപ്പിയിൽ നിറച്ചെടുത്തു. ക്യാമ്പിൽ നിന്ന് പൊങ്കാലപ്പാറ എത്തുന്നവരെ കൊടുങ്കാടാണ്. ഉയരം കൂടുന്തോറും യാത്രയുടെ കാഠിന്യം കൂടി വന്നു. ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ മുകളിലേക്ക് റോപ്പ് ഉപയോഗിച്ച് വേണം കയറാൻ. അവൻ ചിരിച്ചുകൊണ്ടും ഞാൻ കരഞ്ഞുകൊണ്ടും പാറ മുകളിലേക്ക് കയറുപിടിച്ചു കയറി. ഫൈനലി 3 റോപ്പും കയറി സമുദ്രനിരപ്പിൽ നിന്ന് 6196 അടി ഉയരത്തിലുള്ള അഗസ്ത്യാർകൂടം സമ്മിറ്റിലേക്ക് എത്തി. കാറ്റിന്റെ ശക്തിയും പ്രതീക്ഷിക്കാതെയുള്ള കാലാവസ്ഥാ വ്യതിയാനവും കാരണം 12 മണിവരെയാണ് ടോപ്പിൽ നിൽക്കാൻ നമുക്ക് പെർമിഷൻ ഉള്ളത്. അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അവിടെ ഞങ്ങളെ കാത്തിരുന്നത്. 4 പാടും മേഘങ്ങളാൽ കുതിർന്ന അനേകം മലകൾ തലയുയർത്തി നിൽക്കുന്നത് കാണാം. എന്നാൽ ഇതൊന്നും പൂർണ്ണമായി ആസ്വദിക്കാനുള്ള സമയമോ എനർജിയോ എനിക്കുണ്ടായിരുന്നില്ല. എന്തിന്, ഭയത്തെ അകറ്റി നിർത്തി കഷ്ടപ്പെട്ട് മുകളിൽ കയറിയിട്ട് അഗസ്ത്യനെ ഒരു നോക്ക് കാണാൻ പോലും കൂട്ടാക്കാതെ പാറ മുകളിൽ കിടന്നു. പക്ഷേ സാരമില്ല, പാതി വഴിയിൽ നിർത്തി തിരിഞ്ഞു നടക്കാൻ തീരുമാനിച്ചെടുത്ത് നിന്നും ഇവിടെ വരെ എത്താൻ സാധിച്ചതിൽ ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. ഇനി ഒരു തവണ കൂടി ഓഫ് സീസണിൽ ഇതിന്റെ മറ്റൊരു ഭംഗി പൂർണ്ണമായി ആസ്വദിക്കാൻ തിരിച്ചെത്തുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചാണ് ഞങ്ങൾ മലയിറങ്ങിയത്.